ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ധാരാളം കാണുന്ന സ്നേക്ക് റെസ്ക്യൂ വീഡിയോകൾ കാണുമ്പോൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ വിഷപ്പാമ്പുകളെ ഇങ്ങനെ രക്ഷിക്കുന്നത്? അതിനെ ഇങ്ങ് തല്ലിക്കൊല്ലരുതോ? എത്ര പേരാണ് ഓരോ കൊല്ലവും പാമ്പ് കടിച്ച് മരിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്കറിയാമോ, പാമ്പുകളും പാമ്പിൻ വിഷവും ഇല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും. ഒരു പഴമൊഴിയുണ്ട്, കൃഷി നശിപ്പിക്കുന്ന എലികളെയും മറ്റും ഭക്ഷിക്കുന്ന പാമ്പ് കർഷകൻ്റെ മിത്രമാണ് എന്ന്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ മാനങ്ങളാണ് പാമ്പിനുള്ളത്. ഇന്ന് ജീവൻ രക്ഷയ്ക്ക് ആവശ്യമായ പല പ്രധാന മരുന്നുകളും ഉണ്ടാക്കുന്നത് അണലി പോലുള്ള കൊടും വിഷമുള്ള പാമ്പുകളുടെ വെനം ഉപയോഗിച്ചാണ്. നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. ഭൂമിയിലെ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും പാമ്പുകളെ ഭയത്തോടെയും ആരാധനയോടെയുമാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ഏറ്റവും അപകടകാരിയായ ഒരു ജീവി എന്ന നിലയ്ക്കായിരിക്കാം. നമ്മുടെ ഇടയിലുണ്ടെങ്കിലും അപൂർവമായി മാത്രം കാണുന്ന, രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും വ്യത്യസ്തമായ, കാലുകളും ചെവികളുമില്ലാത്ത, എപ്പോഴും കണ്ണു തുറന്നിരിക്കുന്ന ഈ ജന്തു എല്ലാം കൊണ്ടും വ്യത്യസ്തമാകുന്നത് കൊണ്ടാകാം. എന്തായാലും ആധുനിക കാലത്തും പാമ്പ് എന്ന് കേട്ടാൽ ഭയക്കാത്തവർ ചുരുക്കമാണ്. ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രകൃതി എല്ലാ ജന്തുക്കൾക്കും ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിൽ പാമ്പുകൾക്ക് നൽകിയിരിക്കുന്നത് വിഷമാണ്. നോക്കൂ, പൊതുവെ ജീവനെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് വിഷം എന്ന് മലയാളത്തിലും പോയിസൺ എന്ന് ഇംഗ്ലീഷിലും പറയുന്നത്. എന്നാൽ പാമ്പുകളുടെ വിഷത്തിന് ഇംഗ്ലീഷിൽ പോയിസൺ എന്നല്ല പറയുക, വെനം എന്നാണ്. കാരണം സാധാരണ വിഷം പ്രവർത്തിക്കുന്നത് പോലെ ദഹന വ്യവസ്ഥയിലൂടെ ആന്തരിക അവയവങ്ങളെ തകർത്ത് ജീവനെ ഇല്ലാതാക്കുന്ന രീതിയിലല്ല സ്നേക്ക് വെനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ വിഷം കുടിച്ചാൽ ഉള്ളിൽ മുറിവുകളൊന്നുമില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഏതൊരു ആഹാര പദാർത്ഥവും പോലെ നമ്മുടെ ദഹന വ്യവസ്ഥ പാമ്പിൻ വിഷത്തെയും ദഹിപ്പിക്കും. കാരണം വെനം എന്നത് മുഖ്യമായും പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും പെപ്റ്റൈഡുകളുടെയും ഒക്കെ സങ്കീർണമായ ഒരു മിശ്രിതമാണ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ നിസ്സാരമാണ്. വാവ സുരേഷൊക്കെ പാമ്പിൻ വിഷം കുടിച്ച് ഡെമോ നടത്തുന്ന വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ ഇവൻ രക്തത്തിൽ നേരിട്ട് കലർന്നാൽ കളി മാറും. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഇനം വിഷപ്പാമ്പാണ് മൂർഖൻ. മൂർഖൻ കടിച്ചാൽ അത് ബാധിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയെയും മസിൽ സിസ്റ്റത്തെയുമാണ്. നെർവ്സ് അഥവാ നാഡികൾ വഴിയാണല്ലോ തലച്ചോറിൽ നിന്ന് സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. മൂർഖൻ്റെ വെനം ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട മസിലുകളുടെ പ്രവർത്തനവും നിലയ്ക്കും. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ചലനങ്ങളും മസിലുകളിലൂടെയാണ് നടക്കുന്നത്. കൈകാലുകൾ അനക്കുന്നതും കണ്ണ് ചിമ്മുന്നതും ഹൃദയം പ്രവർത്തിക്കുന്നതും ശ്വാസകോശങ്ങൾ പ്രവർത്തിച്ച് ഓക്സിജൻ എടുക്കുന്നതും വിവിധ മസിലുകളുടെ പ്രവർത്തനങ്ങളാണ്. ഈ മസിലുകൾ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള കമാൻഡ് ആജ്ഞയനുസരിച്ചാണ്. ഈ ആജ്ഞകൾ നാഡീവ്യൂഹം വഴി എത്തിയില്ലെങ്കിൽ അവ അനങ്ങില്ല. സ്വാഭാവികമായി ഹൃദയം പ്രവർത്തിക്കില്ല, ശ്വാസകോശം പമ്പ് ചെയ്യില്ല, ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു പോകും. നാം മൊബൈലിൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ ആവശ്യത്തിന് റേഞ്ച് ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുമോ? അങ്ങനെ മസിലുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ശ്വാസകോശം നിലയ്ക്കും, ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ കോശങ്ങൾ നശിക്കും, ഹൃദയം നിലയ്ക്കും, ആൾ മരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അപകടകാരിയും അഗ്രസീവുമായ അണലി അഥവാ റസൽസ് വൈപ്പറിൻ്റെ വെനം പ്രവർത്തിക്കുന്നത് ഇങ്ങനല്ല. അത് ബാധിക്കുന്നത് രക്തത്തെ നേരിട്ടാണ്. രക്തത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണല്ലോ കൊയാഗുലേഷൻ അഥവാ കട്ട പിടിക്കാനുള്ള കഴിവ്. ഈ കഴിവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിയാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനാവശ്യമായി രക്തം കട്ട പിടിക്കും. അങ്ങനെ രക്തയോട്ടം തടസ്സപ്പെടും. കുറഞ്ഞാൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം നിൽക്കാതെ ആൾ മരണപ്പെടും. ഹിമോഫീലിയ എന്ന അസുഖമുള്ളവരുടെ പ്രശ്നം ഇതാണ്. കൊയാഗുലേഷനെ പറ്റി ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. വളരെ സങ്കീർണമായ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഈ കൊയാഗുലേഷൻ എന്നുള്ളത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അത്ഭുതപ്പെട്ടു പോകും. നാം ഭക്ഷണം കഴിക്കുമ്പോഴും
ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുമ്പോഴുമെല്ലാം ഉള്ളിൽ തീരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ തന്നെ ഉണങ്ങുന്നുമുണ്ട്. രക്തം കട്ട പിടിക്കാനുള്ള ശേഷി ഇല്ലാതായാൽ ഈ മുറിവുകൾ ഉണങ്ങില്ല. ആന്തരിക രക്തസ്രാവം അഥവാ ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിച്ച് രക്തം ഛർദ്ദിക്കും. ചെവിയിലൂടെയും മൂക്കിലൂടെയും എല്ലാം രക്തം വരും. അണലി കടിക്കുമ്പോൾ ആദ്യം അത് ശരീരത്തിൽ പല ഭാഗത്തുമായി രക്തം കട്ട പിടിപ്പിക്കും. അങ്ങനെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള കൊയാഗുലേഷൻ ഫാക്ടറുകൾ മുഴുവൻ ഉപയോഗിച്ച് തീരുമ്പോൾ ശരീരത്തിന് രക്തം കട്ട പിടിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. മേൽപ്പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിക്കും. രക്തം ഛർദ്ദിക്കും. മൂക്കിലൂടെയും ചെവിയിലൂടെയും മൂത്രത്തിലൂടെയും മാത്രമല്ല, രോമകൂപങ്ങളിൽ കൂടെ വരെ രക്തം വരും. കിഡ്നികൾ പൂർണ്ണമായും നിലയ്ക്കും. ആൾ മരിക്കും. ശരി, എന്നിട്ട് എന്തിനാ ഈ പണ്ടാരത്തിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് കാട്ടിക്കൊണ്ട് വിടുന്നതപ്പാ? നോക്കൂ, ആദ്യം പറഞ്ഞ പോലെ ഒരു കാർഷിക വ്യവസ്ഥയിൽ വിളകൾ നശിപ്പിക്കുന്ന ജന്തുക്കളെ ഭക്ഷിക്കുന്ന പാമ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനെന്തിനപ്പാ വിഷപ്പാമ്പുകൾ? ചേരവയെപ്പോലുള്ള നിരുപദ്രവികൾ പോരെ? നോക്കൂ കൂട്ടുകാരെ, ലോകത്താകെയുള്ള പാമ്പ് വർഗ്ഗങ്ങളിൽ 10% മാത്രമേ വിഷമുള്ളൂ. ഇവയ്ക്ക് എന്തിനാണ് പ്രകൃതി വിഷം കൊടുത്തിരിക്കുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരമൊന്നുമില്ല. ഇരയെ പിടിക്കാനും ജീവരക്ഷയ്ക്കും ആണെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകൾക്കും ഇതൊക്കെ വേണ്ടേ? പക്ഷേ മനുഷ്യന് ഈ വിഷപ്പാമ്പുകളെ കൊണ്ട് വലിയ ഉപകാരമുണ്ട്. പാമ്പിൻ വിഷത്തിൻ്റെ പ്രത്യേകതകളും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മുകളിൽ പറഞ്ഞല്ലോ. ജീവൻ എടുക്കുന്ന ആ പ്രത്യേകതകൾ തന്നെയാണ് ജീവരക്ഷയ്ക്കും ഉപയോഗിക്കുന്നത്. ഒന്ന് ഞെട്ടിയോ കൂട്ടുകാരെ? ഇടിമിന്നൽ എത്ര അപകടകാരിയാണ്! അത് വൈദ്യുതിയാണ്. ആ വൈദ്യുതിയെ സംസ്കരിച്ച് നിയന്ത്രിച്ചുപയോഗിക്കുന്നത് കൊണ്ടല്ലേ ലോകം ഇങ്ങനെ പോകുന്നത്? അണുശക്തി എത്ര അപകടമാണ്! എന്നാൽ അതേ അണുശക്തിയെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ? അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ, ഏറ്റവും പ്രധാനം പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടുത്താൻ വേണ്ട ആൻറ്റിവെനം നിർമ്മിക്കുന്നത് പാമ്പിൻ വിഷത്തിൽ നിന്ന് തന്നെയാണ് എന്നതാണ്. ചെറിയ അളവിൽ നിർവീര്യമാക്കപ്പെട്ട വിഷം കുതിരയിൽ കുത്തിവെക്കുമ്പോൾ കുതിരയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വിഷത്തിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. കുതിരയിൽ നിന്ന് രക്തം ശേഖരിച്ച് അതിൽ നിന്ന് ഇപ്പറഞ്ഞ ആൻറ്റിബോഡികൾ വേർതിരിച്ചാണ് ആൻറ്റിവെനം ഉണ്ടാക്കുന്നത്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയിൽ ഈ ആൻറ്റിവെനം കുത്തിവെക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന വിഷത്തിനെ നിർവീര്യമാക്കുമ്പോഴാണ് രോഗി രക്ഷപ്പെടുന്നത്. രക്തം കട്ട പിടിപ്പിക്കാനും അല്ലാതെയുമാക്കാനുള്ള അണലി വിഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ. അതായത് അണലിയുടെ വെനത്തിൽ കൊയാഗുലേഷൻ, ആൻറ്റി കൊയാഗുലേഷൻ എന്നീ 2 കാര്യങ്ങളും ചെയ്യാനുള്ള പ്രോട്ടീനുകളും എൻസൈമുകളും ഉണ്ട്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികൾക്ക് ആഫ്രിക്കൻ അണലിവർഗമായ സോസ്കെയിൽഡ് വൈപ്പറിൻ്റെ വിഷത്തിൽ നിന്ന് വികസിപ്പിച്ച ടിറോബിഫാൻ എന്ന മരുന്ന് ഏറ്റവും ഫലപ്രദമാണ്. ഹൃദയ ശസ്ത്രക്രിയ, ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട, രക്തത്തിനെ നേർമയുള്ളതാക്കി നിലനിർത്തുന്ന ബ്ലഡ് തിന്നർ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. ഇവ ഉണ്ടാക്കുന്നതും അണലി വിഷത്തിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ സാധാരണമായ പ്രഷർ അഥവാ രക്തസമ്മർദ്ദത്തിന് നൽകുന്ന പ്രശസ്തമായ മരുന്നായ ക്യാപ്റ്റോപ്രിൽ വികസിപ്പിച്ചത് ബ്രസീലിയൻ പിറ്റ് വൈപ്പറിൻ്റെ വിഷത്തിൽ നിന്നുള്ള പഠനങ്ങളിലൂടെയാണ്. രക്തം കട്ട പിടിക്കാതെ ചെറിയ മുറിവുകളിൽ നിന്ന് പോലും ബ്ലീഡിങ് തുടർന്ന് അപകടത്തിലാകുന്ന ഹീമോഫീലിയ രോഗികൾക്ക് ആവശ്യത്തിന് രക്തം കട്ട പിടിക്കാനുള്ള കൊയാഗുലേഷൻ നടക്കാൻ ആവശ്യമായ മരുന്നുകൾ ഉണ്ടാക്കുന്നതും അണലി വിഷത്തിൽ നിന്നാണ്. അതുപോലെ മൂർഖൻ, രാജവെമ്പാല തുടങ്ങിയവരുടെ വെനം ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തെയാണെന്ന് പറഞ്ഞല്ലോ. നാഡികളെ തളർത്തി ബ്രെയിനിലേക്കും തിരിച്ചുമുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തുന്നതാണ് ഇവയുടെ പൊതുവെയുള്ള പ്രവർത്തന രീതി. ഈ പ്രത്യേകത ഉപയോഗിച്ച് തന്നെ വേദന സംഹാരികൾ, പെയിൻ കില്ലറുകൾ നിർമ്മിക്കുന്നുണ്ട്. നമുക്കെങ്ങനെയാണ് വേദന എന്ന അനുഭവം ഉണ്ടാകുന്നത്? ശരീരത്തിൽ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ അവിടെയുള്ള നെർവുകൾ ആക്റ്റീവ് ആകുകയും അവിടെ നിന്ന് സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തുകയും ബ്രെയിൻ ഈ സന്ദേശങ്ങൾ അനലൈസ് ചെയ്ത് ശരീരത്തിന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അലർട്ടാണ് വേദന എന്നത്. ഈ മെസ്സേജുകൾ തലച്ചോറിലേക്ക് പോയില്ല എങ്കിൽ വേദന എന്ന ഫിനോമിനനും ഉണ്ടാകില്ല. നാം തലവേദനയും മറ്റും വരുമ്പോൾ പാരസിറ്റമോളൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. വേദന ഉണ്ടാകാനുള്ള കാരണം അവിടെ തന്നെയുണ്ട്. പക്ഷേ നാഡികളെ സ്വാധീനിച്ച് വേദനയുടെ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നത് തടയുമ്പോൾ നാം അതറിയുന്നില്ല. ഓപ്പറേഷനുകളിൽ അനസ്തേഷ്യ എന്നത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നമുക്കറിയാം.
മയക്കുന്നതിന് പകരം നട്ടെല്ലിലെ സുഷുമ്ന നാഡിയിൽ ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതാണ്. ഇതിനാവശ്യമായ പല മരുന്നുകളും നിർമ്മിക്കുന്നത് മൂർഖൻ, രാജവെമ്പാല തുടങ്ങിയ പാമ്പുകളുടെ വിഷത്തിൽ നിന്നുള്ള ന്യൂറോടോക്സിനുകളാണ്. കോബ്രോടോക്സിൻ എന്ന വേദന സംഹാരി മൂർഖൻ്റെ വിഷത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. ക്യാൻസർ മൂലമുള്ള കഠിനമായ വേദന, വിട്ടുമാറാത്ത സന്ധിവാതം, ആർത്രൈറ്റിസ് എന്നിവയ്ക്കൊക്കെ ആശ്വാസം നൽകാൻ പലപ്പോഴും മോർഫിൻ ഉപയോഗിക്കാറുണ്ട്. കടുത്ത കെമിക്കലായ മോർഫിന് സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലാണ്. എന്നാൽ മോർഫിനേക്കാൾ ശക്തിയുള്ളതും പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമായ വളരെ കുറവുള്ളതുമായ വേദന സംഹാരി പെയിൻ കില്ലറായി മൂർഖൻ്റെ വെനത്തിൽ നിന്നുണ്ടാക്കുന്ന അനാൽജസിക്കുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസർ ചികിത്സയിൽ മൂർഖൻ്റെ വിഷത്തിലെ ചില പ്രോട്ടീനുകൾക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ ശേഷിയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ട്യൂമറുകളിലേക്കുള്ള രക്തയോട്ടം തടയാനും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുമുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തയോട്ടം കൂട്ടി ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള പല മരുന്നുകളും മൂർഖൻ്റെ വെനത്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പാമ്പിൻ വിഷം എന്നത് മാനവരാശിയുടെ നിലനിൽപ്പിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതിന് പാമ്പിൽ നിന്ന് വിഷം നേരിട്ട് ശേഖരിക്കണം. എത്രത്തോളം അപകടം പിടിച്ച ജോലിയാണിതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രതിഫലമുള്ള ജോലികളിൽ ഒന്നാണ് ഈ പറഞ്ഞ വെനം എക്സ്ട്രാക്ഷൻ. അതായത് വിഷപ്പാമ്പുകളെ പ്രകൃതി സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. അത് മനസ്സിലാക്കിയാകണം പൗരാണിക കാലം മുതൽ പാമ്പുകൾക്ക് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ളത്. ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ ലോഗോയിലും ഉള്ളത് പ്രധാനമായും 2 പാമ്പുകളാണ്. ഇനി പറയൂ കൂട്ടുകാരെ, പാമ്പുകളെ കൊല്ലണോ സംരക്ഷിക്കണോ? സർപ്പങ്ങൾ നമ്മുടെ രക്ഷകരാണ്. അവയെ ബഹുമാനത്തോടെ സംരക്ഷിക്കുക എന്നത് നമ്മോട് തന്നെയും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വമാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.